വാർത്തകൾ തുടരുന്നു. ബസ് യാത്രക്കിടയിൽ ബാഗ് തുറന്ന് 15 പവന്റെ ആഭരണങ്ങൾ കവർന്നതായി പരാതി. കോരിക്കുഴി ചെറുവട്ടത്ത് മുഹമ്മദിന്റെ കുടുംബത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ബാഗിൽ നിന്നാണ് പണം കവർന്നത്. ചേറ്റുവയിലെ കല്യാണത്തിന് പോകുകയായിരുന്ന കുടുംബത്തിന്റെ കാർ കോതകുളത്ത് വച്ച് കേടായി. ഇതേ തുടർന്ന് ഇവർ അവിടെ നിന്ന് KSRTC ബസ്സിലാണ് യാത്ര തുടർന്നത്. വാടാനപ്പള്ളിയിലെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. മുഹമ്മദിന്റെ മകൾ ബാഗിൽ സൂക്ഷിച്ചിരുന്ന ഒരു ചെപ്പാണ് കവർന്നത്. 2 ചെപ്പിലായിട്ടായിരുന്നു സ്വർണങ്ങൾ സൂക്ഷിച്ചത്. പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. എടത്തിരുത്തി പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ പട്ടികജാതി വിദ്യാർത്ഥികൾക്കായുള്ള നാടക പഠന സഹവാസ ശില്പശാല സമാപിച്ചു. സമാപന സമ്മേളനം ചലച്ചിത്ര താരം രാജേഷ് മോഹൻ ഉദ്ഘാടനം ചെയ്തു. ഞാൻ ഓർക്കുമ്പോഴും ഇതിനെല്ലാം കാരണമായിട്ടുള്ള എൻ്റെ ഗുരുക്കന്മാരും എൻ്റെ ടീച്ചർമാരും ഇവരൊക്കെയാണ് കൂടുതൽ ഞാൻ ഓർക്കുന്നത്. ഇതേപോലെ നാടകത്തിനും ലളിതഗാനത്തിനൊക്കെ ഞാൻ യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ എന്നെ സഹായിച്ചിട്ടുള്ള എൻ്റെ ഗുരുക്കന്മാരെ ഞാൻ കൂടുതൽ ഓർക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനൊരു പരിപാടിക്ക് എന്നെ ക്ഷണിച്ചത് ഭയങ്കര സന്തോഷം തോന്നി. കാരണം വെച്ചാൽ അത് എൻ്റെയും കൂടി ഒരു എന്താ പറയുക കലാജീവിതത്തിലൊരു ഉയർച്ചയുടെ ഭാഗമായിട്ട് ഞാൻ കാണും. ഈ ഒരു വേദിയിൽ വന്ന് നിങ്ങളെ അഭിമുഖീകരിക്കേണ്ട ഒരവസ്ഥ. പിന്നെ അരുണമാഷാണെന്ന് ഞാൻ വിചാരിച്ചു. കാരണം അരുണമാഷൻ്റെ ഗുരുവാണ്. SN കോളേജിലൊക്കെ തന്നെ മലയാള മാഷായിരുന്നു. പലപ്പോഴും ക്ലാസ് കട്ട് ചെയ്യുമ്പോഴും മാഷ ക്ലാസ് കട്ട് ചെയ്യില്ല. കാരണം വെച്ചാൽ അത്ര നല്ല ക്ലാസ് മനോഹരമായി അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ 5 ദിവസം ഈ നാടകക്കളയിൽ നിങ്ങൾ എന്തെല്ലാം പഠിച്ചു എന്ന് ഇപ്പോൾ ഇവിടെയുള്ള കുട്ടികൾ പറയുകയും എങ്കിലും AV സതീഷ് അധ്യക്ഷനായി. VK രവീന്ദ്രൻ മാസ്റ്റർ, ശാന്താരാമൻ എന്നിവർ സംസാരിച്ചു. VS ഷാഫി സ്വാഗതവും ഷൺമുഖൻ തടത്തിൽ നന്ദിയും പറഞ്ഞു. പഞ്ചായത്തിലെ 8 വിദ്യാലയങ്ങളിൽ നിന്ന് 40 കുട്ടികളാണ് ക്യാമ്പിൽ പങ്കെടുത്തത്. പെരിഞ്ഞനം സൗത്ത് കേരള സ്റ്റേറ്റ് വേട്ടുവ മഹാസഭയുടെ 2ാം വാർഷിക കുടുംബയോഗവും തിരഞ്ഞെടുപ്പും നടത്തി. ജില്ലാ സെക്രട്ടറി ബാബു ചിങ്ങരത്ത് ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ അങ്ങനെ പറഞ്ഞ് നമ്മുടെ ആത്മാഭിമാനം പണയപ്പെടുത്താൻ അവർ ശ്രമിക്കുമ്പോൾ തിരിച്ചു ചോദിക്കാൻ നമുക്ക് കണക്ക് വേണം, നമുക്ക് വിവരം വേണം. ശരിയല്ലേ? എന്തുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ എല്ലാം അംഗീകരിക്കുന്നു എന്ന് വെച്ചാൽ സമുദായത്തിന് ഒരു വലിയ സമുദായത്തിൻ്റെ ഒരേ ഒരു നേതാവ്, ഒരു വലിയ നേതാവ്. നമ്മൾ എന്തുകൊണ്ട് പട്ടികജാതിക്കാരെ പല ഒരു പാടത്ത് 4 കാളുകളെ കൂട്ടിയപ്പോൾ ഒന്നിച്ച് കെട്ടിയപ്പോൾ സിംഹത്തിന് ആക്രമിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ വെവ്വേറെ കെട്ടിയിട്ടപ്പോൾ ഓരോ കാളയെയും ഒറ്റയ്ക്കൊറ്റയ്ക്ക് സിംഹം വ്യത്യസ്ത ദിവസങ്ങളിലായിട്ട് കടിച്ചു കൊന്നു. അതാണ് നമ്മുടെ പട്ടിക സമുദായത്തിൻ്റെ ഒരു വലിയ ഡിഫക്ഷൻ. എന്നാൽ വെള്ളാപ്പള്ളി നടേശൻ അത് എന്നുവെച്ചാൽ ഒരു വലിയ ശക്തി ആർജിച്ചു കഴിഞ്ഞു. കയ്പമംഗലത്ത് വേറെ നേതാവ്, ചാവക്കാട് വേറെ നേതാവ്, എടത്തിരുത്തിൽ വേറെ നേതാവ്, എടത്തിരിഞ്ഞിൽ വേറെ നേതാവ്, അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഇടയിൽ ആരാണ് യഥാർത്ഥ നേതാവ്? TV വിജയൻ അധ്യക്ഷനായി. KV രാമചന്ദ്രൻ മുഖ്യ പ്രഭാഷണം നടത്തി. സുധാകരൻ മണപ്പാട്ട്, PC അർജുനൻ, KK വേലായുധൻ, KT ഉണ്ണികൃഷ്ണൻ, TC കൃഷ്ണൻ, TK സുബ്രഹ്മണ്യൻ, KV ആനന്ദൻ, PV ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ചൈതന്യയുടെ തിരോധാനം, പോലീസ് അന്വേഷണം ഊർജിതമാക്കണമെന്ന് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നാട്ടിക ഏരിയ കമ്മിറ്റി ആവശ്യപ്പെട്ടു. കഴിഞ്ഞ 2 മാസം മുൻപ് കാണാതായ ചൈതന്യയെക്കുറിച്ച് യാതൊരുവിധ വിവരവും നൽകാത്തത് പോലീസ് അന്വേഷണം നിഷ്ക്രിയമാണെന്നതിന്റെ സൂചനയാണ്. പാസ്പോർട്ടുമായി വീട്ടിൽ നിന്നും പോയ യുവതി സ്വദേശത്താണോ വിദേശത്താണോ എന്ന് പോലും പോലീസിന് പറയാൻ കഴിയുന്നില്ല. ആ വഴിക്ക് അന്വേഷണവും നടക്കുന്നില്ല. ശനിയാഴ്ച മഹിളാ അസോസിയേഷൻ നാട്ടിക ഏരിയ സെക്രട്ടറി മഞ്ജുള അരുണൻ, KR സീത എന്നിവർ ചൈതന്യയുടെ വീട് സന്ദർശിച്ച് അമ്മ രജനിയെ ആശ്വസിപ്പിച്ചു. അടുത്ത ദിവസങ്ങളിൽ മഹിളാ അസോസിയേഷൻ ഈ ആവശ്യങ്ങളുമായി സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കാക്കാതുരുത്തി വലൂപ്പറമ്പ് കാർത്യായനിക്കാവ് ഭദ്രകാളി വിഷ്ണുമായ ക്ഷേത്രത്തിൽ തിരുവുത്സവം ആഘോഷിച്ചു. രാവിലെ നിർമാല്യ ദർശനത്തോടെ ചടങ്ങുകൾ തുടങ്ങി. പന്തിരടി പൂജ, ശീവേലി, എഴുന്നള്ളിപ്പ്, ഉച്ചപൂജ, കഞ്ഞിപ്പറ, താലി എഴുന്നള്ളിപ്പ്, ദീപാരാധന, വർണ്ണമഴ, ഡബിൾ തായമ്പക, മഹാഗുരുതി, എഴുന്നള്ളിപ്പ് എന്നിവ നടന്നു.
പ്രധാന വാർത്തകൾ വീണ്ടും. ഉയർത്തെഴുന്നേൽപ്പിന്റെ ഓർമ്മ പുതുക്കി ക്രൈസ്തവ വിശ്വാസികൾ നാടെങ്ങും ഈസ്റ്റർ ആഘോഷിച്ചു. കയ്പമംഗലത്ത് നാളികേര സംഭരണ സംസ്കരണ വിപണന കേന്ദ്രം യാഥാർത്ഥ്യമാകുന്നു. കയ്പമംഗലം ബീച്ചിൽ മന്ത്രി CN ബാലകൃഷ്ണൻ തറക്കല്ലിട്ടു. വാടാനപ്പള്ളിയിൽ വെച്ച് ബസ് യാത്രക്കിടെ യുവതിയുടെ 15 പവൻ കവർന്നു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.